ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ്സിൻ്റെ പബ്ലിക് എക്സാമിന് അഹ്കാമു തജ്വീദിൻ്റെയും മസായിൽ ഫിഖിൻ്റെയും ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം, ഉത്തരങ്ങൾ ശരിയിടപ്പെടുത്താം. കോളത്തിൽ ശരിയിടപ്പെടുത്താനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതെന്ന് ചോദിച്ചു. ആരായിരുന്നു ചോദിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മം ഏതെന്ന് ചോദിച്ചത്. നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ നിസ്കാരം പിന്തിക്കൽ എന്താണ്? എൻ്റെ വിധി എന്താണ്? വാജിബ്. അടുത്തത് എന്താണ്? ഇർകബ് മഅന എന്നതിലെ ഇദ്ഗാമ് സാക്കിനായ ബായിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നത് എന്താണ്? മുതജാനിസാനിയാണ്. അടുത്തത് എന്താണ്? വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിന് എന്താ പറയുന്നത്? മദ്ദുൽ ആരിൽ എന്നാണ് പറയുക. മദ്ദുൽ ആരിൽ. വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് നൽകി മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടുന്നതിന് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നു. അടുത്തത് എന്താണ്? ആദ്യത്തെ അദാനിന് ഇജാബത്ത് ഒഴിവാക്കൽ എന്താണ്? കറാഹത്താണ്. ആദ്യത്തെ അദാനിന് ഇജാബത്ത് ഒഴിവാക്കൽ കറാഹത്താണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നിസ്കാരത്തിൽ സജദ തിലാവയുടെ ഒരു ഫർള് എന്താണ്? നിസ്കാരത്തിൽ സജദ തിലാവയുടെ ഫർള് എന്താണ്? നിസ്കാരത്തിൽ സജദ തിലാവക്ക് ഒരു ഫർള് മാത്രമേ ഉള്ളൂ. അത് ഒരു സുജൂദാണ്. അപ്പം അത് നമുക്ക് ഒരു സുജൂദ് എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? തക്കുംബൈനക്കും എന്താണ്? ഇവിടെ എന്താണ്? സാക്കിനായ നൂനിന് എന്ത് ചെയ്യണം? ഇക്ലാബ് ചെയ്യണം. സാക്കിനായ നൂനിന് ശേഷം ബാ വന്നതുകൊണ്ട് അവിടെ ഇക്ലാബ് ചെയ്യണം. തക്കുംബൈനക്കും എന്ന് ഇത് ഇക്ലാബ് ചെയ്യണം. അടുത്തത് എന്താണ്? എഴുതാനും വായിക്കാനും എളുപ്പമുള്ള ലിപി ഏതാണ്? ഹത്തുന്നസ്. അടുത്തത് ഇത് ഹബ്ബി കിതാബി മഹറജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്കാണ് മുത്തമാസിലാനി എന്ന് പറയുന്നത്. അപ്പം അത് മുത്തമാസിലാനിയാണ്. അടുത്തത് എന്താണ്? നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഒരു സ്ഥലം ഇവിടെ വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7 സ്ഥലങ്ങളിൽ വെച്ച് നിസ്കരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിരിക്കുന്നു. മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഅബയുടെ മുകൾ ഭാഗം എന്നിവയാണ്. അപ്പം അതിലിവിടെ വഴിയാണ് വന്നത്. നമുക്കത് ടിക്ക് ചെയ്യാം. ഇനി ചേരുംപടി ചേർക്കാനാണ് വന്നത്. എന്താണ്? മസ്ജിദ് പരിപാലിക്കുന്നവർ എന്താണ്? അള്ളാഹുവിൻ്റെ അയൽവാസിയാണ്. അള്ളാഹുവിൻ്റെ അയൽവാസി. അപ്പം അതിൻ്റെ എഫ് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതെന്താണ്? കിബിലക്ക് മുന്നിടുക ബാങ്ക് വിളിക്കുന്നവർ കിബിലക്ക് മുന്നിടുക. അതിൻ്റെ ഈ എഴുതാം. അടുത്തതെന്താണ്? അദാനിൻ്റെ ഷർത്താണ് എന്ത്? സമയമാവുക. അപ്പം അതിൻ്റെ ബി എഴുതാം. അദാനിൻ്റെ സുന്നത്താണ് എന്ത്? തർജിയൽ. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തതെന്താണ്? നിസ്കാരത്തെ ബാത്തിലാക്കും. എന്താണ് നിസ്കാരത്തെ ബാത്തിലാക്കുന്നത്? സുജൂദ് ശുക്റിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അപ്പം അതിൻ്റെ സി എഴുതാം. അടുത്തത് ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവായാൽ എന്താണ്? ആദ്യത്തെ അത്തഹിയാത്ത് ഒഴിവായാൽ സുജൂദ് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാം. അബാദ് സുന്നത്തിൽ പെട്ടതാണ് ആദ്യത്തെ അത്തഹിയാത്ത്. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് മാച്ച് ചെയ്യാൻ തന്നെയാണ് വന്നത്. എന്താണ്? യൽഹസ് ദാലിക. ഇവിടെ എന്താണ്? ഇദ്ഗാം ചെയ്യണം. സാനെ ദാലിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇവിടെ സുക്കൂനും ഇവിടെ സാക്കിനായ സ ആണ്. നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സുക്കൂനിട്ട് തന്നിട്ടുണ്ട്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അക്ഷരം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇദ്ഗാം ചെയ്യണം. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ബർറബ്ബുക്കും ലാമിനെ റായിലേക്ക് ഇദ്ഗാം മുതകാരിബാനി ലാമിനെ റായിലേക്ക്. അപ്പം അതിൻ്റെ ഈ എഴുതാം. അടുത്തത് എന്താണ്? ദാബത്തുൽ അർള്
ദാബത്തുൽ അർള് എന്താണ്? ലാസിമാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ദാബത്തുൽ അർള് മദ്ദശത്തിന് ശേഷം സ്ഥിരമായ സുക്കൂന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലാസിമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഴുതാം. അടുത്തത് എന്താണ്? ദായിക്കത്തുൽ മൗത്ത് എന്നതിൽ എന്താണ്? മദ്ദക്ഷരവും അതേ കലിമത്തിൽ ഹംസയും വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുത്തസിൽ എന്നത് നമുക്കവിടെ ബി എഴുതി കൊടുക്കാം. ദാ എന്ന മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ വന്നത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? കഅല്ലം എന്താണ്? ഇവിടെ മുത്തജാനിസാനി, നൂനും ലാമും മുത്തജാനിസാനി. അപ്പോൾ അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മറ്റുദാഹരണങ്ങളൊക്കെ വരുന്നതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ലാസിമും മുത്തസിലും ഇദ്ആമും മുത്തജാനിസാനിയും മുത്തകാരിബാനിയും ആരിൽ ലീന് ഒക്കെ ഉണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. മുൻഫസിൽ ഒക്കെ. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. അൽ ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ ഡാഷ് വരെ എന്താണ്? നിസ്കാരത്തിൻ്റെ സമയങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. അൽ ഫജ്ർ സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് സുബ്ഹീൻ്റെ സമയം. അപ്പോൾ അതുപോലെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇതിൻ്റെ ഒക്കെ സമയങ്ങളൊക്കെ ഇതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരാം. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം ഡാഷ്. അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും ശേഷം സ്വലാത്തും സലാമും ദ്വാവും ചൊല്ലണം. ചൊല്ലുക. നമ്മൾ അദാനിൻ്റെ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നതാണ്. അപ്പോൾ അതുപോലെ ഇതിൽ നിന്ന് മറ്റു സുന്നത്തുകളൊക്കെ ചോദിച്ചതുപോലെ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അദാനിൻ്റെ സുന്നത്തുകളും അദാനിൻ്റെ ഷർത്തുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ്? ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ആം എന്ന് പറയുന്നത്. ഒരക്ഷരത്തെ മറ്റൊരു അക്ഷരത്തിലേക്ക് ചേർത്ത് ഷദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ആം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു ഡാഷ് ബിഹൗലി വഖുവതിഹി ഫതബാറകല്ലാഹ്. തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഹു വബസറഹു ബിഹൗലിഹി വഖുവതിൻ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അപ്പോൾ അത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്ത എന്താണ്? നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് ഡേഷ് എന്ന ഷൈത്താനാണ്. ആരാണ്? ഹിൻസിബ് എന്ന ഷൈത്താനാണ് നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നത്. ഷൈത്താനാണ് ഹിൻസിബ്. അപ്രകാരം വസ്വാസ് ഉണ്ടായാൽ ഔദ് ചൊല്ലുക. ഇടത് ഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ എൻ്റെ വസ്വാസ് മാറിപ്പോയി എന്ന്. അപ്പം അത് നമുക്ക് 13ാമത്തെ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സ് ഉണ്ടല്ലോ, പാഠം വായിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന ഒരു ബോക്സ്, അതിലാണത് വന്നത്. മനസ്സിലാക്കുക. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് 7 വർഷം അദാൻ നിർവഹിക്കുന്നവർക്ക് എഴുതപ്പെടും. എന്താണ് എഴുതപ്പെടുന്നത്? നരകമോചനം എഴുതപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആലയുടെ പ്രീതി പ്രതീക്ഷിച്ച് 7 വർഷം അദാൻ ചെയ്യുന്നവന് നരകമോചനം എഴുതപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് 8ാമത്തെ ചാപ്റ്ററിൻ്റെ ഇതുപോലെ വരുന്ന ബോക്സ്, നേരത്തെ പറഞ്ഞതുപോലെ പാഠഭാഗം വരുന്നതിന് മുമ്പ് നമുക്ക് ഉസ്താദ് പറഞ്ഞു തരുന്നൊരു ബോക്സ് വരുന്നുണ്ടല്ലോ എല്ലാ പാഠത്തിൻ്റെയും അവസാനത്തിൽ. അപ്പം അതിലാണ് വരുന്നത്. നന്നായി മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? മസ്ജിദിലെ നജസ് നീക്കുന്നതിൻ്റെ വിധി എന്താണ്? മസ്ജിദിലെ നജസ്സുകളൊക്കെ നീക്കുന്നതിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. മസ്ജിദിലെ നജസ് ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. മസ്ജിദുകൾ വൃത്തിയാക്കലും സുഗന്ധം പുകയ്ക്കലൊക്കെ മുഅക്കദായ സുന്നത്താണ്. മസ്ജിദ് വൃത്തിയാക്കലും സുഗന്ധം പുകയ്ക്കലൊക്കെ മുഅക്കദായ സുന്നത്താണ്. മസ്ജിദിൽ നജസ് ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധവുമാണ്.
അപ്പം അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നിർമ്മിച്ച മസ്ജിദ് ഏതായിരുന്നു? മസ്ജിദുൽ ഖുബാ. നിങ്ങൾ 9ാമത്തെ പാഠത്തിൻ്റെ ഈ ആദ്യം വരുന്ന ബോക്സിലാണ് അത് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തി ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദുൽ ഖുബായുടെ നിർമ്മാണമായിരുന്നു. ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ളൊരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇൻ്റെ പേരെന്ത്? എന്താണ് ഹാഇൻ്റെ പേരെന്താണ്? പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇന് ഹാഉത്ത് അനീസ് എന്നാണ് പേര്. ഹാഉത്ത് അനീസ് എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? അറബി ഭാഷയെ ലോകം വിളിക്കുന്നത് എന്ത്? എന്താണ് അറബി ഭാഷയെ ലോകം വിളിക്കുന്നത്? എഴുത്തിലെ സുന്ദരി. എഴുത്തിലെ സുന്ദരി എന്നാണ് ലോകം അറബി ഭാഷയെ വിളിക്കുന്നത്. അടുത്തതെന്താണ്? മദ്രസ പാഠപുസ്തകങ്ങൾ ഏതു ലിപിയിലാണ് എഴുതിയത്? ഏത് ലിപിയിലാണ്? ഹത്തുൻ നസ്ഇലാണ്. ഹത്തുൻ നസ്ഇലാണ്. എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഹത്തുൻ നസ്ഇ. ലോകത്ത് ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആന്, ഹദീസ് ഗ്രന്ഥങ്ങൾ, മറ്റു അറബി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഹത്തുൻ നസ്ഇലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാ പാഠത്തിൻ്റെ അവസാനത്ത് വരുന്നുണ്ട്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഹത്തുൻ നസ്ഇനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാനൊക്കെ വരാം. അപ്പോൾ അതൊക്കെ എഴുതണം, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? സുബ്ഹിൻ്റെ അദാനിൽ ഹയ്യാലകൾക്ക് ശേഷം പറയുന്നതിൻ്റെ പേരെന്ത്? എന്താണ് ഹയ്യാലകൾക്ക് ശേഷം പറയുന്നത്? തസ്വീബ്. എന്താണ് തസ്വീബ്? അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയലാണ് തസ്വീബ്. ഹയ്യാലകൾക്ക് ശേഷം തസ്വീബ് പറയുക. അപ്പോൾ അത് തസ്വീബ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അബ്ആൽ സുന്നത്ത്. മറന്ന മഅ്മൂമ് ഇമാമിനോട് ചേരാൻ വേണ്ടി തിരിച്ചു പോകുന്നതിൻ്റെ വിധി എന്ത്? എന്താണ്? ചേരാൻ വേണ്ടി അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. അപ്പം അതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ നിർബന്ധമാണ്. മഅ്മൂമ് അബ്ആൽ സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തമം. ചെയ്യാൻ മറന്നതാണെങ്കിൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധവുമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതാണ്? മഅ്മൂമ് ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചാൽ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? മഅ്മൂമ് ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചാൽ എന്തു ചെയ്യണം? എന്താണ്? ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാവൂ. ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചാൽ ഫാത്തിഹ ഓതിയതിനു ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാവൂ. ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? അസ്സലാത്തിൽ അവ്വലി വക്തിഹ എന്നതിൻ്റെ അർത്ഥം എന്ത്? എന്താണ് അതിൻ്റെ അർത്ഥം? നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണെന്നാണ്. നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാക്കുക. ഇനി അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഖിയാമിൽ വരുന്ന കറാഹത്തുകൾ ഏവ? നൃത്തത്തിൽ വരുന്ന കറാഹത്തുകൾ ഏതൊക്കെയാണെന്നാണ്. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്ത് നിൽക്കുക, കൈ ഊരയിൽ വെക്കുക തുടങ്ങിയവ നൃത്തത്തിലെ കറാഹത്തുകളാണ്. ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കലാണ്. നൃത്തത്തിൽ വരുന്ന കറാഹത്തുകളാണ് ചോദിച്ചാൽ മനസ്സിലാക്കുക. ചാരി നിൽക്കുക, ഒരു കാലിൽ നിൽക്കുക, 2 കാലുകൾ ചേർത്ത് നിൽക്കുക, കൈ ഊരയിൽ വെക്കുക തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ പാരായണത്തിൽ വരുന്ന കറാഹത്തുകൾ, റുകൂയിലും സുജൂദിലും ഉണ്ടാകാവുന്ന കറാഹത്തുകൾ, നിസ്കാരത്തിൽ പൊതുവായി വരുന്ന കറാഹത്തുകൾ ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ മറ്റു ചോദ്യമായിട്ട് വരാം, മനസ്സിലാക്കുക. അടുത്തെന്താണ്? മുഅദ്ദിനെ കേൾക്കുന്ന ആരെല്ലാം ഖിയാമത്ത് നാളിൽ സാക്ഷി പറയും? ആരെല്ലാമാണ് മുഅദ്ദിൻ എന്ന് പറഞ്ഞാൽ? ബാങ്ക് വിളിക്കുന്നവർ, അദാൻ വിളിക്കുന്നവരെയാണ് മുഅദ്ദിൻ എന്ന് പറയുന്നത്. അവരെ കേൾക്കുന്ന ആരെല്ലാമാണ് ഖിയാമത്ത് നാളിൽ സാക്ഷി പറയുക?
മുഅദ്ദിനെ കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റു വസ്തുക്കളും ഖിയാമത്ത് നാളിൽ സാക്ഷി പറയും. മുഅദ്ദിനെ കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റു വസ്തുക്കളും ഖിയാമത്ത് നാളിൽ സാക്ഷി പറയും. അപ്പോൾ നമുക്ക് അധിക ചോദ്യങ്ങളും ഞാൻ പറഞ്ഞ ബോക്സിൽ നിന്നാണ് അധികം വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. പാഠത്തിൽ നിങ്ങൾ ചോദ്യം കേട്ട് തിരഞ്ഞു നടക്കണ്ട, ഒക്കെ അധികവും ബോക്സിലാണ് വരുന്നത്, മനസ്സിലാക്കുക. അടുത്തതെന്താണ്? എഴുത്തിക്കാഫ് എന്നാൽ എന്ത്? എന്താണ് എഴുത്തിക്കാഫ് എന്നാൽ? എഴുത്തിക്കാഫിൻ്റെ നീയത്തോടെ മസ്ജിദിൽ കുറച്ചു സമയം ചിലവഴിക്കലാണ് എഴുത്തിക്കാഫ്. മസ്ജിദിലെ പ്രധാന ഇബാദത്താണ് എഴുത്തിക്കാഫ്. എഴുത്തിക്കാഫിൻ്റെ നീയത്തോടെ മസ്ജിദിൽ കുറച്ചു സമയമെങ്കിലും ചിലവഴിക്കലാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? നിസ്കാരം നിർബന്ധമാക്കിയത് എന്ന്. എന്നാണ് നിസ്കാരം നിർബന്ധമാക്കിയത്? നുബൂവത്തിൻ്റെ 10-ാം വർഷം റജബ് 27 ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. നുബൂവത്തിൻ്റെ 10-ാം വർഷം റജബ് 27 ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? മുത്തജാനിസാനി എന്നാൽ എന്ത്? എന്താണ് മുത്തജാനിസാനി? ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് മുത്തജാനിസാനി എന്ന് പറയുന്നത്. ഒരേ മഹ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് മുത്തജാനിസാനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുത്തമാസിലാനി എന്താണ്? മഹ്റജും സിഫത്തും ഒന്നായതിനാണ്. മഹ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്കാണ് മുത്തമാസിലാനി എന്ന് പറയുന്നത്. പിന്നെ മുത്തകാരിബാനി മഹ്റജിൽ അടുക്കുകയും കൂടുതൽ സിഫത്തിൽ യോജിക്കുകയും ചെയ്യുന്ന അക്ഷരങ്ങൾക്കാണ് മുത്തകാരിബാനി എന്ന് പറയുന്നത്. ഖാഫിനെ കാഫിലേക്കും ലാമിനെ റായിലേക്കും മാത്രമാണ് മുത്തകാരിബാനിയിൽ നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാമ് ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഇദ്ഗാം ബിഉന്നയും ഇഖ്ഫാവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എന്താണ് ഇദ്ഗാം ബിഉന്നയും ഇഖ്ഫാവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു പദത്തിൽ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യ അക്ഷരവും തമ്മിലാണ് ഇദ്ഗാം ബിഉന്ന ചെയ്യൂ. ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിലെ ആദ്യത്തെ അക്ഷരവും തമ്മിലെ ഇദ്ഗാം ബിഉന്ന ചെയ്യൂ. എന്നാൽ ഇഖ്ഫാ ഒരു പദത്തിലും രണ്ടു പദത്തിലുമെല്ലാം ഉണ്ടാവാം. ഇഖ്ഫാ ഒരു പദത്തിലും രണ്ടു പദത്തിലുമെല്ലാം ഉണ്ടാവാം. അതാണ് ഇദ്ഗാം ബിഉന്നയും ഇഖ്ഫാവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കുക. അടുത്തത് ഖുർആൻ പാരായണത്തിൻ്റെ അവസ്ഥകൾ എത്ര? ഏതെല്ലാം? ഖുർആൻ പാരായണത്തിൻ്റെ അവസ്ഥകൾ ഏതൊക്കെയാണ്? ഖുർആൻ പാരായണത്തിന് 4 അവസ്ഥകളുണ്ട്. വഖഫ്, വസ്ല്, സഖത്ത്, ഖത്അ എന്നിവയാണത്. 4 അവസ്ഥകളുണ്ട്. വഖഫ്, വസ്ല്, സഖത്ത്, ഖത്അ ഇങ്ങനെ 4 അവസ്ഥകളുണ്ട്. ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്ത് ഓതുന്നതിന് വസ്ല് എന്നും തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്ത് നിർത്തുന്നതിന് വഖഫ് എന്നും ശ്വാസം അയക്കാതെ അല്പം മടങ്ങുന്നതിന് സഖത്ത് എന്നും ഓത്തിൽ നിന്ന് വിരമിക്കുന്നതിന് ഖത്അ എന്നും പറയുന്നു. അപ്പോൾ ഇതൊക്കെ വൺ വേർഡ് ആയിട്ടും ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടും ഒക്കെ നമുക്ക് എഴുതാൻ വരാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ ഒക്കെ ആയിട്ടൊക്കെ വരാം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തെന്താണ്? നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ 4 ഫർളുകൾ. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ 4 ഫർളുകൾ ഏതൊക്കെയാണ്? നിസ്കാരത്തിന് പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിന് 4 ഫർളുകളുണ്ട്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ്, സലാം എന്നിവയാണിത്. നിയ്യത്ത് ഉച്ചരിക്കുക, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയം ചുമലിന് നേരെ കൈ ഉയർത്തുക, കുനിയുന്നതിനും ഉയരുന്നതിനും തക്ബീർ ചൊല്ലുക, സലാമിന് വേണ്ടി ഇരിക്കുക, ദിക്ർ ചൊല്ലുക, ഇതൊക്കെ അതിൻ്റെ സുന്നത്തുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫർളുകൾ 4 ഫർളുകൾ ചോദിച്ചിട്ടുണ്ട്. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, ഒരു സുജൂദ്, സലാം എന്നതാണ് തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിന് പുറത്തുള്ളത്. നിസ്കാരത്തിൽ സജദ തിലാവയ്ക്ക് ഒരു ഫർള് മാത്രമേ ഉള്ളൂ, അത് ഒരു സുജൂദാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തത് മസ്ജിദിൽ പാടില്ല എന്തെല്ലാം?
എന്തെല്ലാമാണ് മസ്ജിദിൽ പാടില്ല എന്ന് പറഞ്ഞത്? മസ്ജിദിൽ വെച്ച് കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. മസ്ജിദിൽ വെച്ച് കച്ചവടം നടത്താനോ നഷ്ടപ്പെട്ട സാധനങ്ങൾ അന്വേഷിക്കാനോ ശബ്ദമുയർത്തി സംസാരിക്കാനോ പാടില്ല. അപ്പം അത് മനസ്സിലാക്കാം. അടുത്ത എന്താണ്? 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ്. മസ്ജിദിൽ പാലിക്കേണ്ട അദബുകൾ അത് ആ പാഠത്ത് തന്നെ പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ 9ാമത്തെ പാഠാണ്. മസ്ജിദിലേക്ക് പോകുമ്പോൾ അദബുകൾ പാലിക്കുക. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സാവധാനത്തിൽ നടക്കുക, വലതുകാൽ വെച്ച് പ്രവേശിക്കുക, പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക, എഴുത്തികാഫിന് നിയ്യത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലുക തുടങ്ങിയവ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. മസ്ജിദുമായി നിരന്തരം ബന്ധപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. എന്താണ്? മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. അതൊക്കെ വിട്ടഭാഗം പൂരിപ്പിക്കാനൊക്കെ വരാം, മനസ്സിലാക്കുക. അടുത്തത് സുജൂദ് ശുക്ർ. അതിനെക്കുറിച്ചിട്ടാണ് 5 വരി കുറയാതെ എഴുതാൻ വന്നത്. നിങ്ങളെ 12ാമത്തെ പാഠത്തിലാണ് പറയുന്നത്. തിലാവത്തിൻ്റെ സുജൂദ് പോലെയാണ് ശുക്റിൻ്റെയും സുജൂദ്. അപ്രതീക്ഷിതമായ അനുഗ്രഹം ഉണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും മുസീബത്തിൽ അകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിക്കുകളെ കാണുമ്പോഴും ഇത് സുന്നത്താണ്. ശുക്റിൻ്റെ സുജൂദ് സുന്നത്താണ് എപ്പോൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. കാരണങ്ങളുണ്ടായതിനു ശേഷം സമയം ദീർഘിപ്പിച്ചാലും വേണ്ടെന്ന് വെച്ചാലും ഈ 2 സുജൂദ് ചെയ്യാനുള്ള അവസരം നഷ്ടമാകും. ഇവ രണ്ടും ഖളാ വീട്ടാനും പാടില്ല. തിലാവത്തിൻ്റെ സുജൂദ് പോലെ തന്നെയാണ് ശുക്റിൻ്റെ സുജൂദും. മനസ്സിലാക്കുക. ഇവ രണ്ടും ഖളാ വീട്ടാൻ പാടില്ല. കാരണങ്ങൾ ഉണ്ടായതിനു ശേഷം സമയം ദീർഘിപ്പിച്ചാൽ വേണ്ടെന്ന് വെച്ചാലും ഈ 2 സുജൂദും ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളെ 12ാമത്തെ പാഠത്തിലാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓരോ പാഠത്തിൽ നിന്നും അതിൻ്റെ തഹസീസിൽ വരുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തജ്വീദിലും ഇദ്ഗാമിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വരാം. അറബി എഴുത്തിനെ കുറിച്ചിട്ട് ഹത്തുന്നസിനെ കുറിച്ചിട്ടൊക്കെ എഴുതാൻ വരാം. അപ്പോൾ അത് മനസ്സിലാക്കുക. വഖഫുകളെ കുറിച്ചിട്ട്, ഖുറാനിലെ 4 അവസ്ഥകളെ കുറിച്ചിട്ട് എഴുതാൻ വരാം. ഹാ ഉ തഅനീസ്, ഹാ ഉൽ ലമീർ, ഹാ ഉ സഖത്ത്, ഇതൊക്കെ എന്താന്ന് മനസ്സിലാക്കി പഠിക്കുക. അതിനെക്കുറിച്ച് എഴുതാൻ വരാം. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിൻ്റെ കൂടെ ഞാൻ റിവിഷനായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. ഇനിയും പാഠഭാഗത്തു നിന്ന് ഒരുപാട് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിബിൽ വരുന്ന എല്ലാ 1 വേർഡ് ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാഠഭാഗത്തിൻ്റെ. അപ്പോൾ ആ വീഡിയോസിലൊക്കെ നമ്മൾ ഓരോന്നിൻ്റെയും പാഠത്തു നിന്ന് 1 വേർഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എഡിറ്റൊക്കെ ചെയ്യുന്നതിൽ കട്ടായി പോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വലിയ തെറ്റുകളൊക്കെ ആണെങ്കിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.